പിന്നെ നമ്മ കാണുന്നത് പിന്നെ അതിന് എനിക്ക് വ്യത്യാസം തോന്നിയില്ലേ, ഹൃദയത്തിന് വ്യത്യാസം തോന്നി കഴിഞ്ഞാൽ ലോക കുറച്ചുകൂടി ഫൈറ്റും വരെയുള്ള സാധനമല്ലേ. അപ്പൊ അല്ല അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് കാണാം, ഒരു ഓപ്ഷനാണ്. അതൊരു നല്ല പരിപാടിയായിരുന്നു. പിന്നെ ബൾട്ടിയാണ് പിന്നെ കാണുന്നത് സൈന്യത്തിന്റെ അത് എനിക്ക് വെച്ചാല് എനിക്കൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞാല്. അതിൽ നമ്മളെ ഒരു ഫ്രണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റേ ഫസ്റ്റ് ഇവര് മറ്റേ അൽഫോൺസ് പുത്രനെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാള് പടത്തിന്റെ ഓപ്പണിങ് തന്നെ. അതെ, ജിഷ്ണു പേര് അവന്റെ. അപ്പൊ അതെന്ന് വെച്ചാലേ അതെനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അതിന് ആ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത രീതിയിലായിരുന്നു. പക്ഷെ ഒരു തമിഴ് ടച്ച് ഉണ്ട് ആ പടത്തിന്, കഥ പറച്ചിലും പരിപാടികളാണെങ്കിലും ഒക്കെ. പക്ഷെ എന്ന് പറഞ്ഞാല് കൊള്ളാം, എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. ആൾക്കാര് കമ്പയർ അങ്ങനെ എനിക്ക് തോന്നിയില്ല. പക്ഷെ ഭയങ്കരമായിട്ട് വർക്കായ ആൾക്കാരുണ്ടാവും, ആക്ഷൻസും പരിപാടികളൊക്കെ ഉണ്ട്, രസമുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ അൽഫോൺസ് വേറെ പരിപാടി ആക്ടിങ്ങിൽ വേറെ സാധനം പിടിച്ചിട്ടുണ്ട്, ഡയറക്ഷൻ ചെയ്ത് കുറച്ച് നൈസ് പരിപാടികൾ പിടിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് പറയാവുന്ന ഒരു സാധനം ഇല്ല, എന്നാൽ പോലും കുഴപ്പമില്ല എന്നുള്ളൊരു പടമുള്ളത്. പിന്നെ എനിക്ക് കാന്താരയാണ് കാണുന്നത്. അതൊരു കുറച്ച് വിഷ്വലി ആണെങ്കിലും വലിയൊരു പടമാണ്. പക്ഷെ അതെനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല് ഫസ്റ്റില് കാന്താര 1 ഉണ്ടല്ലോ, അതിന്റെ ഒരു എക്സ്റ്റെൻഡ് വെർഷൻ, അതിന്റെ ഒരു ക്ലൈമാക്സിന്റെ ഒരു എക്സ്റ്റെൻഡ് വെർഷൻ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയപ്പോൾ നിന്റെ അടുത്ത് പറഞ്ഞ സാധനം വെച്ചാൽ ആ സിനിമയുടെ ഒരു കുറച്ചും കൂടി ഒരു സ്കെയിലായ ഒരു വലിയൊരു സിനിമ. സിനിമ വിഷ്വല് കൊള്ളാം, പാളിയിട്ടുണ്ട്. മറ്റേ ശിവൻ പോലത്തെ ഒരു പരിപാടി കാണിക്കുന്നത്, അത് അതിന്റെ മൊത്തത്തിലൊരു ഗെയിം സെറ്റപ്പ് പരിപാടിയാണ് അത്. പിന്നെ അവൻ ഒരു ദൈവിയായിട്ടാണല്ലോ മാറുന്നത്, അതിന്റെ ആവശ്യം ഉണ്ടായില്ല. ഇതിന്റെ വേറെ സാധനമാണ് ഫസ്റ്റ് കാണിച്ചത്. അതെ, ഓൾറെഡി അത് നമ്മ കണ്ടല്ല. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞു എല്ലാവരും നമ്മ പുറത്ത് ഒപ്പീനിയൻ നോക്കുമ്പോ എല്ലാവരും പറഞ്ഞു വെച്ചാൽ മറ്റേ കിട്ടില്ല പൊട്ടോ അങ്ങനത്തെ ഒരു അഭിപ്രായം വന്ന സാധനം. പക്ഷെ എനിക്ക് തോന്നുന്നു വെച്ചാല് എനിക്ക് കുറച്ചും കൂടി ഒരു വർക്കായെന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം പരിപാടി വരുന്നുണ്ടല്ലോ, അവിടെ തൊട്ട് പടം അങ്ങോട്ട് അതിലൊരു സാധനമുണ്ട്, ആ പുലി വന്നിട്ട് അവിടെന്ന് ഇവനെ റിവീൽ ചെയ്യണ സാധനം, അത് ഭയങ്കര രസം. മറ്റേ ബാക്കി കൂടെ പോണ പരിപാടിയാ. പിന്നെ ശിവന്റെ സാധനമാണെങ്കിലും വർക്കായിട്ടുണ്ട്. എനിക്ക് മറ്റൊരു സാധനം ഉണ്ടല്ലോ, ഈ ആ യുദ്ധത്തിന്റെ ഇടയിൽ നിന്ന് പോയിട്ട് പിന്നെ മറ്റൊരു മരം പോലെയൊക്കെ എടുത്ത് തിരിച്ച് വരണ, അതൊക്കെ വിഷ്വലി തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളൊരു പരിപാടികളുണ്ട്. അപ്പൊ പോലും കൊറേ നമ്മ ഇപ്പൊ വിചാരിക്കും ഇപ്പൊ എന്തോ നടക്കും ആ സിനിമയിൽ, ഇപ്പൊ നടക്കും പക്ഷെ അത് നടക്കണില്ല. അങ്ങനത്തെ ഒരു ഫീല് സിനിമ കൊണ്ടുപോകുമ്പോ നമ്മ ഇപ്പൊ അടുത്ത സെക്കൻഡില് ഇതായിരിക്കും ഗംഭീര സാധനം വരും. പക്ഷെ വണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, ചെറിയ സ്കെയില് സിനിമയാണ്. പക്ഷെ അതിന്റെ ഒരു സംഭവം മാറുന്നത് ക്ലൈമാക്സിലാണ്. വണ്ണിന്റെ ആ ഒരു പെർഫോമൻസ് ആൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അത് വളരെ അവര് പരിപാടി വലുതാക്കി. അതുപോലെ തന്നെ ജയറാമേട്ടനുണ്ട് വില്ലനായിട്ട്, പുള്ളിനെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ അല്ല സാധാരണ ചില പടത്തിൽ പുറത്തോട്ട് കോമളിയാക്കലായിരുന്നു, ഏതൊക്കെ പടത്തിലുണ്ട് എന്നാലും ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് സ്കെയിലില് വലുപ്പമായി വിഷ്വലി കാണാം, ഗംഭീരമായിട്ട് കാണാനുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നുള്ള പരിപാടി ഉണ്ട്. പിന്നെ ഞാൻ കാണുന്ന ഡയസിറിയാണ്, അത് കണ്ടിട്ടില്ല. അത് എനിക്ക് വെച്ചാൽ അറിയാലോ മറ്റേ പേടികളെന്ന്. അപ്പൊ അത് എനിക്ക് വെച്ചാല് എനിക്ക് പക്ഷെ ഒരു സാധനം ഹൊറർ പടം രാത്രി കാണണം, പേടിയുണ്ട് പക്ഷെ നമ്മ പേടിക്കണം. അതുപോലെ ഇവിടെ അലിഫ് എന്ന് പറഞ്ഞ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടല്ലോ കോളേജില്, സാറ് ഹൊറർ പടം വേണം, ഞാൻ പുറത്തിറങ്ങി നിൽക്കട്ടെ. ഞാൻ എന്ത് ചെയ്തു, പിള്ളേര് കുറച്ച് പടങ്ങൾ സജസ്റ്റ് ചെയ്യും, കാണട്ടെ മറ്റേ തീരുമാനിക്കാനുള്ള ഏതിടണം. തിയേറ്ററിൽ എനിക്കെന്തോ തിയേറ്ററിൽ കാണുമ്പോ അങ്ങോട്ട് വർക്ക് ആണല്ലോ കുറെ ഫോണിൽ കാണുമ്പോഴേക്ക് പേടിയായിട്ട് കാണാൻ പറ്റില്ല. അല്ല ഞാൻ ചില സിനിമകളെ ഇന്തോനേഷ്യൻ ഒരു പടമുണ്ട്, എന്നിട്ടാണ് ഞാൻ കണ്ടിട്ടില്ല പടം. അത് കൂടുതൽ കണക്ട് ആവും മുസ്ലിംസിനായിരിക്കും, അതിനൊരു കൺസെപ്റ്റ് വൈസ് കണ്ടു തീർത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ കണ്ട് പേടിച്ച് കണ്ട്
അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പടങ്ങൾ കാണൽ കുറവാണ്. എനിക്ക് ഡയസ്റിക്ക് ഇത് അറിയാലോ, മറ്റേ ഭൂതാലത്തിന്റെ ഡയറക്ടറാണ്. ഭൂതാലം കഴിഞ്ഞിട്ട് ബ്രഹ്മയുഗം കഴിഞ്ഞ് ഭൂതാലം ഇപ്പോൾ കണ്ടിട്ടില്ല. അല്ല ഞാൻ കണ്ടിട്ടുണ്ട്, നീ കണ്ടല്ല, പേടിക്കണ കാരണം. അതുപോലെ അപ്പൊ ഞാൻ ബ്രഹ്മയുഗം വന്നത് കഴിഞ്ഞിട്ട് അപ്പൊ ആളുടെ ഒരു ലെവൽ അറിയാലോ, ആ ലെവലിൽ തന്നെയുള്ളൊരു പടമാണ്. പിന്നെ എനിക്കാണ് കുറച്ചുകൂടി പ്രണവിൻ്റെ ആണെങ്കിൽ ഒരു ഡിഫറെന്റ് പരിപാടി സാധനങ്ങളുണ്ട്, അങ്ങനത്തെ സാധനം തിയേറ്ററിൽ കാണണം. എനിക്കാണ് ഇപ്പോൾ OTT ഇറങ്ങിയ സിനിമ. പക്ഷെ എന്താ വെച്ചാൽ ചിലപ്പോൾ ഹൊററുകൾ തിയേറ്ററിൽ കണ്ടാ കിട്ടുന്ന ഇമ്പാക്ട്, ജംപ് സ്കെയറിനെ കിട്ടുന്ന ഇമ്പാക്ട് OTT കണ്ടാൽ കിട്ടൂല. പിന്നെ എക്കോ നമ്മ സെപ്പറേറ്റ് ആയിരുന്നല്ലോ കണ്ട. പിന്നെ നമ്മ ഒരുമിച്ച് പിന്നെ കണ്ട്, ഞാൻ ഫസ്റ്റ് ആണ് നിന്റെ പോണത് രണ്ടാമത്. പക്ഷെ അത് എനിക്ക് അതും ഇതുപോലെ എനിക്ക് തോന്നുന്നു 2025 ഒരു എടുത്തു പറയാവുന്ന ഒരു സിനിമയിലുള്ള ഒരു പടമാണ് എക്കോ എന്ന് പറഞ്ഞത്. കിഷ്കിന്താണ്ടം ടീമിന്റെ നെക്സ്റ്റ് പടം. ഫസ്റ്റ് ഞാനാണ് ആദ്യം കണ്ടത്, പിന്നെ നമ്മ എക്കോയില് നമ്മ ടൂർ കഴിഞ്ഞ കോളേജിൽ നിന്ന് സ്റ്റാഫുകളായിട്ട് ടൂർ പോയി തിരിച്ചു പറഞ്ഞ വഴിക്കാണ് എക്കോ കാണുന്നത്. അപ്പൊ കാണുന്ന ബുക്ക് ചെയ്യാന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും സിനിമ കാണാൻ ഭയങ്കര ഇത്. ആ സമയത്ത് വിലായത്ത് ബുദ്ധ എക്കോ ആയിരുന്നു. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർക്ക് അഭിപ്രായം ഉള്ളത് എക്കോ ആയിരുന്നു. നല്ല അഭിപ്രായം. അപ്പൊ ഞാൻ പറഞ്ഞു എക്കോ നല്ലൊരു അഭിപ്രായമുള്ള പടമാണ്. അപ്പൊ കണ്ടു വന്നപ്പോ ഞാന് എന്റെ സജഷൻ പോലെ ആയിട്ടാ ആ സിനിമ നമ്മ കുറച്ചുകൂടി ഫിലിം ഞാൻ പറഞ്ഞു എക്കോ നല്ല അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എല്ലാരും അത് എന്റർടൈനർ ആണ്. പക്ഷെ നമ്മ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് സിനിമ കയറിയപ്പോ എല്ലാരും ഉറക്കായി, ക്ഷീണായി. എനിക്കെന്ന് പറഞ്ഞാല് എത്ര ക്ഷീണമാണെങ്കിലും സിനിമ തിയേറ്ററിലാണെങ്കിൽ ഉറങ്ങൂല. ഫോണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണമാകുമ്പോ നമ്മ എടുത്ത് തിയേറ്ററിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങൂല. ഞാൻ ഉറങ്ങുന്നുണ്ട്. അപ്പൊ തൊട്ടപ്പുറത്ത് മുഹമ്മദ് ഇരിപ്പുണ്ട്. മുഹമ്മദ് കാണാൻ തുടങ്ങി സിനിമ. പെട്ടെന്ന് സൗണ്ട് തിയേറ്റർ സിനിമയിലില്ലാത്ത സൗണ്ട് പുള്ളിക്കാരൻ കൂർക്ക. അപ്പൊ അത് കഴിഞ്ഞ് പടം കണ്ടിറങ്ങിയപ്പോ ഓരോരുത്തർ നീ എന്ത് പടത്തിനാടാ എന്നെ കേൾക്കുന്നത് അങ്ങനെ. അപ്പൊ ഞാന് എനിക്ക് വർക്കായില്ല. കുറെ പേര് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വർക്കായി പടം, എനിക്ക് വർക്കായില്ല എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ട്രാക്ക് മാറ്റി. കുറെ പേർക്ക് വർക്കായില്ല കേട്ടോ, വർക്കായില്ല. പക്ഷെ എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ചിലര് അല്ല പടമൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമ്മള് മൂഡ് ശരിയായി സംഭവം ശരിയാവാ. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ സാധനം എനിക്ക് തോന്നുന്നു ഇതിനും വന്നിട്ടുണ്ട്, കിഷ്കിന്താണ്ടത്തിനും. ചിലർ പറഞ്ഞു വെച്ചാല് എന്താ പറയാ, മറ്റേ ഗംഭീര പടന്നിട്ട് ARMന്റെ ഒപ്പം ഇറങ്ങണം. അപ്പൊ എല്ലാരും നോക്കുമ്പോ ARM കൂടുതൽ. എനിക്കും രണ്ടു തരത്തിലുള്ള സിനിമ ആണെങ്കിലും രണ്ടും കൂടി ചോദിക്കണം. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആ സിനിമ ഇറങ്ങിയ സമയത്ത് കുറെ പേര് ഇത്ര പോസിറ്റീവ് ഇട്ടിട്ട് പോയി കാണുമ്പോ ഇത് എന്തത് ഒരു ഹൈപ്പിനെ ഒരു അല്ല അത് ചില ആ സിനിമ കണ്ടു തുടങ്ങും. എക്കോ ആണെങ്കിലും കിഷ്കിന്താണ്ടാണെങ്കിലും കണ്ടു തുടങ്ങുമ്പോ എക്കോയിലും അതെ സന്ദീപ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നൈസ് പരിപാടിയായിരുന്നു. പിന്നെ മറ്റേ അമ്മൂമ്മയായിട്ട് വരണ പുള്ളിക്കാരത്തി അത് എനിക്ക് തോന്നുന്നു വെച്ചാലേ പിന്നെ മേക്കിംഗ് ഇന്റർനാഷണൽ സ്റ്റഫാണ് പരിപാടി, ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ് പരിപാടി. ഒരു മീനിങ് ഉണ്ട് പടത്തിന്. കുറെ ഒന്നും നമുക്ക് വർക്ക് കിട്ടൂല എന്നാലും. അല്ല പിന്നെ എനിക്ക് തോന്നുന്നു അതിന്റെ കോർ എലമെന്റ് എന്ന് പറഞ്ഞാൽ മറ്റേ പരിപാടിയാണ്. വെച്ചാൽ എന്തിട്ടാണ് പ്രൊട്ടക്ഷനും റെസ്ട്രിക്ഷനും ആ സാധനം ഉണ്ടല്ലോ. എനിക്ക് എക്കോ എന്ന് പറയുമ്പോ വേറെ അർത്ഥമല്ല. എനിക്ക് തോന്നിയ കാര്യം നമ്മൊരു സാധനം ചെയ്ത് തിരിച്ചു വരുന്ന അതാണ് എക്കോ. അപ്പൊ അത് സ്പൂൺ ഫീഡ് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് അങ്ങനെ മനസ്സിലായത്, മറ്റുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ല. നല്ലൊരു പടമായിരുന്നു, ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ തന്നെ കിഷ്കിന്താണ്ടത്തിന് ഇതുപോലെ വന്നിട്ടുള്ള സാധനമാണ്. പക്ഷെ എനിക്കും വർക്കായി. കിഷ്കിന്താണ്ടം എനിക്ക് എക്കോ ഭയങ്കരമായിട്ട് സന്ദീപണിയിലും പരിപാടിയാണെങ്കിൽ നൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വർഷം തുടങ്ങിയ ലാസ്റ്റത്ത് കളങ്കാവല് നിലവിൽ ഇതുവരെയും കണ്ട ഇപ്പോഴും തിയേറ്ററിലുള്ള പടമാണ്. അപ്പൊ പിന്നെ ഇപ്പോൾ കൂടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് ഇനിയിപ്പോ ഇറങ്ങി നിൽക്കുന്ന ബബ്ബയാണ്, അത് നമ്മ കണ്ടിട്ടില്ല. അപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യണ്ടായിരുന്നു, കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കളങ്കാവലാണ് അപ്പൊ എന്താ പറയാ, എനിക്ക് തോന്നുന്നു കളങ്കാവല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്പോയിലറായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ എന്നാ പോലും റണ്ണിങ് ആണ് സിനിമ. പക്ഷെ എന്നാ പോലും നമുക്കവിടെ പെർഫോമൻസ് ആസ് യൂഷ്വൽ അവാർഡിന് പോകാനുള്ള ഉറപ്പാണ് എന്നുള്ള ആൾക്കറിയില്ല. അപ്പൊ അതെനിക്ക് എന്താ പറയാ, ഒരു വേറെ ടൈപ്പ് ഓഫ് ഒരു ആള് ബ്രഹ്മയുഗം ചെയ്തു,
ഇനി വേറെ സാധനം തരണോ? വേറെ സാധനം തരാം. ഇത് മറ്റേ ഇതൊക്കെ എവിടെ ഒളിപ്പിച്ച് വെക്കുന്നു? തിരുവനന്തപുരം ഭാഷയാണ് പിടിച്ചേക്കുന്നത്. ആ അപ്പൊ രാജമാണിക്യം വേറെ സാധനം. ഇത് വേറെ അല്ലെങ്കിൽ ഭാഷ പിടിക്കാൻ ആളൊക്കെ പിന്നെ ഒരുപാട് ക്യാരക്ടർ പിടിക്കണം ആൾക്ക്. മീൻസ് 10-30 നായികമാരുടെ നായകനാണ്. 20-23 നായികമാരുടെ ഓരോ രീതിയിലാണ്. അതായത് ഈ നായികയുടെ ക്യാരക്ടർ പിടിച്ചിട്ടാണ് ആള് ക്യാരക്ടർ പിടിക്കുന്നത്. പുള്ളിക്കാരത്തിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അത് വേറെ ആളത്ത് വേറെ രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. നല്ല പടമാണ്. നല്ല പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂടി തന്നെ കാണണം. ഒരു സ്ലോ പേസ് ആണ്. അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ ചില ആൾക്കാർക്ക് അത് പേസ് വർക്കാവില്ല. എനിക്ക് വെച്ചാൽ വർക്കായി. പിന്നെ വെച്ച് കഴിഞ്ഞാൽ സിനിമനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. ഒന്നാമത് സ്പോയിലർ ആക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമുക്ക് എന്തിനെ പറ്റി പറഞ്ഞാൽ നമ്മ ഇപ്പൊ പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇനി ഇപ്പോൾ എക്കോ വരാണെങ്കിൽ പോലും നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടില്ല. കാരണം എക്കോ OTT ഇറങ്ങിയിട്ടുണ്ടോന്ന് OTT ഇറങ്ങിയിട്ടില്ല. അപ്പോൾ പറഞ്ഞാൽ അതുവരെ നമുക്ക് പറയാൻ ഓൾമോസ്റ്റ് പോസിറ്റീവ് റെസ്പോൺസ് വന്നപ്പോൾ ആൾക്കാർ കൂടുതൽ കണ്ടിട്ടുണ്ടാവും. കാരണം അതിലിപ്പോൾ ഓടുന്ന സിനിമ ആയതുകൊണ്ട് കൂടുതൽ പേര് ചിലവർ OTT വന്നിട്ട് കാണാൻ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ പോയിട്ടൊരു സാധനം സ്പോയിലറാക്കി സിനിമ ഉള്ളതുകൊണ്ട് സ്പോയിലർ ആക്കരുത്. പിന്നെ ആൾക്കാർ പറഞ്ഞു വിനായകൻ മിസ്കാസ്റ്റിംഗ്. പക്ഷെ എനിക്കത് തോന്നിയിട്ടില്ല കേട്ടോ. ചെയ്തു വെച്ച് അല്ലാണ്ട് പുള്ളിയുടെ ലൗഡ് പരിപാടി അതില്ല. അപ്പൊ അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മമ്മൂക്ക രസമുണ്ടായിരുന്നു. ഒട്ടുമിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിച്ചാൽ തിയേറ്ററിൽ നിന്നല്ല OTT ഉണ്ടല്ലോ. എനിക്ക് തോന്നിച്ചാൽ മറ്റേ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ പടം ഷറഫുദ്ദീന്റെ മറ്റേ അത് നല്ല നമുക്ക് കാണാൻ എന്തോ ഒരു ഇത് കാണാൻ പറ്റിയില്ല. തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അത് നൈസ് ഒരു പരിപാടി. എന്റർടൈനർ എന്ന് പറയും. ഇപ്പൊ നമ്മളിപ്പോ പടക്കളം അതൊക്കെ പറഞ്ഞ പോലെ വ്ളോഗ്സ് അതിന്റെ റിവ്യൂ ഞാന് ഇത് ആളെ റിവ്യൂ ഉള്ളതല്ല. ഇതിന്റെ സിനിമക്കാരൻ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന കട്ട്സ് ഷറഫുദ്ദീന്റെ ഒരു CID മൂസ എന്നൊക്കെ പറയും. അത് ഭയങ്കര ഒരു കോമിക് പരിപാടി. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ അങ്ങനെയാണോ അങ്ങനെ ഞാൻ കണ്ട് കൊള്ളാം. രസമുണ്ട്. അപ്പൊ OTT നമുക്ക് കുറെ പേർക്ക് വർക്കായിട്ടില്ല എന്ന് പറയണേ. പക്ഷെ ഞാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു മൂഡ് കിട്ടി. പടം ഇങ്ങനെയാണ് പോകുന്നത്. ആ മൂഡിൽ കയറിയപ്പോൾ പടം ഓക്കെയാണ്. എനിക്ക് മറ്റേ ക്ലൈമാക്സ് പരിപാടി വണ്ടർലൂടെ കിടന്ന് കാണിക്കുന്ന പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. വിഷ്വൽ കോമഡിയാണ് കൂടുതലും. പിന്നെ അവർ മറ്റേ എഡിറ്റിങ്ങിലൊക്കെ ആണെങ്കിലും ഭയങ്കര കുറെ എക്സ്പീരിയൻസ് സാധനങ്ങൾ കളിച്ചിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മ ഇത്ര സിനിമ ഈ കൊല്ലം കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമകളാണെന്നുള്ളൊരു സാധനം പറയണം. കാരണം OTT-ന്ന് തിയേറ്ററിൽ നല്ല അഭിപ്രായം കിട്ടിയ ചില സിനിമകൾ മിസ്സായി പോയിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞാല്. കാരണം OTT-ൽ കണ്ട കുറെ സിനിമകളുണ്ട്. അപ്പൊ അത് പറയുന്നത് നമ്മളൊരു എപ്പിസോഡിലോ 2 എപ്പിസോഡിലൊന്നും ഒതുങ്ങൂല, ആയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് തോന്നുന്നത് എന്താ പറയാ, തിയേറ്ററിൽ നിന്ന് കണ്ടതിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു 20-25 സിനിമകളോളം ഉള്ളൂ. അപ്പൊ ബാക്കി OTT വന്നതും ഇപ്പൊ പോഡ്കാസ്റ്റ് കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ട കുറെ സിനിമകൾ ഉണ്ടാവും. അപ്പൊ അത് ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ ബെസ്റ്റ് സിനിമ ഒരു 5 സിനിമയോ അല്ലെങ്കിൽ 2 സിനിമയൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. അപ്പൊ എന്ന് വെച്ചാൽ കാണാത്തവർക്ക് വേണമെങ്കിൽ അത് പിക്ക് ചെയ്ത് കാണാം. ഇപ്പൊ ചില ആൾക്കാരുണ്ട് ഫ്രണ്ട്സിലുള്ളവർക്ക് മലയാള സിനിമ കാണൂല, ഞങ്ങൾ ഇന്റർനാഷണൽ ആണെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ മലയാള സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരിച്ചുകൊണ്ട് മലയാളത്തിന് മാത്രം കാണാൻ പുറത്തുനിന്ന് ആളില്ല എന്നുള്ളവരുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു എന്താ പറയാ, ഓരോരുത്തരും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ചില കണ്ടിട്ടുണ്ടാവൂല. ഇംഗ്ലീഷ് സിനിമകളേക്കാൾ കൂടുതൽ പുറത്ത് അപ്പൊ അതുപോലെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതെനിക്ക് തോന്നുന്നത് എന്താ പറയാ, ഈ അങ്ങനെ കണ്ടിട്ടുള്ളവര് മലയാളത്തിൽ നിന്നുള്ളതാണെങ്കിലൊക്കെ ഈ വർഷത്തെ ഗംഭീര സിനിമകൾ സജസ്റ്റ് ചെയ്യാം. അപ്പൊ അത് നമ്മുടെ എന്താ പറയാ വ്യൂവേഴ്സിന് അത് കാണുന്നവർക്ക് ചിലപ്പോൾ അത് ഓക്കെ ഈ സിനിമ കാണാം, പുറത്തുനിന്നുള്ള സിനിമയാണെങ്കിലൊക്കെ കാണാമെന്നുള്ള സാധനമുണ്ട്. ചിലപ്പോൾ നമ്മാണ സിനിമകളും കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കാണാമെന്നുള്ളൊരു സാധനം കൂടി ഉണ്ട്. OTT കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ അങ്ങനത്തെ ഒരുപാട് പുറത്തുനിന്നുള്ള സിനിമകളൊക്കെ ആണെങ്കിലും ഉണ്ട്. അപ്പൊ ഇപ്പോൾ കാണാത്തതും ഉണ്ട്. OTT ഇറങ്ങിയിട്ട് ഈ കൊല്ലം കാണാത്ത ഓരോ സിനിമകളും ഉണ്ട്. അങ്ങനെ ആണ് ഈ വർഷത്തെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ അധികം റിലീസ് എനിക്ക് തോന്നുന്നു ക്രിസ്മസിനാണ് ഇനി ഉള്ളത്. മറ്റേ നീമ്പോളുടെ പടമൊക്കെ സർവമായ അങ്ങനെ കുറച്ച് പടങ്ങൾ അതോട് കഴിഞ്ഞ് ഈ വർഷത്തെ റിലീസുകൾ കഴിയും. അപ്പൊ ഇനി ഉള്ളത് എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ശരിക്കും പറഞ്ഞു. കാരണം അത് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ എപ്പിസോഡ് നെക്സ്റ്റ് ഇയർ ആവും. അപ്പൊ ഇനി എന്താ പറയാ, നമുക്ക് ആ വർഷം തുടങ്ങണനുസരിച്ച് വേറെ പരിപാടികളിലേക്ക് പോവാന്നുള്ള സാധനമാണ്. വൈൻഡപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് ഈ വർഷത്തെ പരിപാടികൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാന്ന് തോന്നുന്നു. അപ്പൊ അടുത്ത ഒരു പോഡ്കാസ്റ്റിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.